പത്മകുമാറിനെ കൈകാര്യം ചെയ്യേണ്ട സമയത്ത് അതിൻ്റെ ശരിയായ സമയത്ത് പത്മകുമാറിൻ്റെ കാര്യത്തിൽ വ്യക്തതയെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ ഞങ്ങൾ കൈക്കല കൂടാതെ എടുത്ത് വെളിയിൽ കളയുമെന്ന് പറയുന്നത് പോലെ പറയാനുള്ള ആർജവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. ഡോക്ടർ പി കെ ഗോപൻ, ഇപ്പോ എ പത്മകുമാറിന്റെ മൊഴിയടക്കമുള്ള വിവരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നു. റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരുന്നു. എ പത്മകുമാറിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് നോക്കൂ, അദ്ദേഹം ഇതിന്റെ തുടക്കത്തിലൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അങ്ങേക്കും ഓർമ്മയുണ്ടാകുമായിരിക്കും. ഇതിൽ ആരെങ്കിലും എവിടെയെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ജയിലിൽ പോകട്ടെ എന്നുള്ളത് ഗുളികൻ നിന്ന സമയമാണോ എന്ന് വേണമെങ്കിൽ ഈ പറയുന്ന ഒരു നാടൻ രീതിയിൽ പറയാമെന്നുള്ളതാണ്. അദ്ദേഹം ജയിലിൽ പോവുകയുണ്ടായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്? സ്പോൺസർ 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 എന്ന് 1000 തവണ നമ്മൾ കണ്ടയാൾ സ്പോൺസർ മാത്രമല്ല പാർട്ട്ണർ കൂടിയാണെന്ന് വ്യക്തമാവുകയാണ്. ഈ വിശ്വാസപരമായ കാര്യങ്ങൾ മാത്രമല്ല, സാമ്പത്തികമായ കാര്യങ്ങളും പാർട്ടിയുടെ നിരീക്ഷണത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണല്ലോ പാർട്ടി അംഗങ്ങളെ കുറിച്ച് പോലും നിഷ്കർഷ പാലിക്കുന്ന കാര്യം. അല്ല, ശ്രീമതി മാധു, പത്മകുമാറിൻ്റെ കാര്യത്തിലും എല്ലാ പാർട്ടി അംഗങ്ങളുടെ കാര്യത്തിലും പാർട്ടിക്ക് നിരീക്ഷണമുണ്ട്. അവരുടെ സ്വത്ത് വിവരം പാർട്ടി അറിയിക്കണം. ഏതെങ്കിലും തരത്തിൽ ഒരു സ്വത്ത് സമ്പാദനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എങ്ങനെയെന്നുള്ളത് പാർട്ടി അറിയിക്കണം. പുതിയ വീടുകൾ വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭങ്ങൾ ഏർപ്പെടുകയോ ചെയ്താൽ അതിൻ്റെ സോഴ്സ് പാർട്ടിയെ കാണിക്കണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു സംവിധാനം CPM-നകത്തുണ്ട്. അതുകൊണ്ടാണ് അഴിമതിരഹിതമായ ഒരു സംവിധാനമായി CPM-ന് നിൽക്കാൻ കഴിയുന്നത്. അത് താഴെത്തട്ടിലുള്ള പ്രവർത്തകരായാലും ദേശീയ നേതാക്കന്മാരായാലും അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഒരു പരിശീലനം അതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്ന കാലം മുതൽ അതിൻ്റെ സംവിധാനത്തിൽ വരുന്ന ആശയ പ്രചാരണങ്ങളിലെല്ലാം അഴിമതിരഹിതമായ ഒരു സംവിധാനമായി നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആ ഒരു പരിശീലനം സിദ്ധിച്ചിട്ടാണ് എല്ലാവരും മുകളിലേക്ക് വരുന്നത്. ആ ഒരു ബലത്തിലാണ് ഞങ്ങളെല്ലാവരും ഈ ഏത് വിധത്തിലുള്ള ഒരു തെറ്റായ പ്രവണത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരിൽ ഉണ്ടാവില്ല എന്ന് നല്ല ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള കാരണം അതാണ്. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം പറയേണ്ടത്, അല്ലെങ്കിൽ ഒരു ചെറിയ എക്സംഷൻ പറയേണ്ടത്, ശ്രീ പത്മകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക പ്രകടനം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു അനധികൃതമായ സമ്പത്തായിട്ട് വരുന്നു എന്ന് സാധാരണഗതിയിൽ, ഞാൻ ഈ കേസിൻ്റെ പശ്ചാത്തലത്തിൽ പറയല്ല, ദയവായിട്ട് അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കരുത്. അതിന് മുമ്പുള്ള സാഹചര്യം വെച്ച് നോക്കിയാൽ സാമാന്യം സാമ്പത്തിക ശേഷിയുള്ള ഒരു വീട്ടിൽ വളരുന്ന ഒരാളെന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ എന്തെങ്കിലും ചെറിയ മാറ്റം വന്നാൽ അത് ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ട് സാധാരണഗതിയിൽ സംഭവിക്കില്ല. അതാണ് ആ ചോദ്യത്തിന് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ഈ സാമ്പത്തിക വളർച്ചയെ നോക്കിക്കാണുന്നത് എന്നുള്ള ശ്രീമതി മാധുവിൻ്റെ ചോദ്യത്തിനുള്ള എൻ്റെ ഒരു നിലപാടതാണ്. എന്നാൽ ശ്രീ പത്മകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ വിശ്വസ്തയോടുകൂടി പാർട്ടി ഒരു ചുമതല ഏൽപ്പിച്ചു. ആ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പത്തനംതിട്ട സ്വദേശിയാണ്. 2, ശബരിമല ക്ഷേത്രവുമായിട്ട് ധാരാളം തരത്തിലുള്ള ബന്ധമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പിതാവ് അച്യുതൻ നായർ എന്നോ മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. ബഹുമാനായ അദ്ദേഹത്തിൻ്റെ പിതാവിന് ശബരിമലയുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. അതുപോലെ ഇവർ ആറന്മുള ക്ഷേത്രത്തോട് ചേർന്ന് താമസിക്കുന്നു എന്ന് മാത്രമല്ല, ആറന്മുള ക്ഷേത്രവും ആയിട്ടും ഇവർക്ക് ബന്ധമുണ്ട്. അപ്പോൾ CPM സാധാരണ ഇത്തരം ചുമതലകൾ ഏൽപ്പിക്കുന്നത് പൊളിറ്റീഷ്യൻസിനെ അല്ല, അങ്ങനെയല്ല ഏൽപ്പിക്കാറുള്ളത്. പണ്ട് മുതലേ ക്ഷേത്രത്തിൻ്റെ ആചാര വിശ്വാസങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുന്ന അത്തരം സമീപനം സ്വീകരിക്കുന്ന പൊതുവായ നിലപാടുള്ളവരെയാണ് CPM ദേവസ്വം ബോർഡ് ഭാരവാഹികളായിട്ട് നിശ്ചയിച്ച് കൊടുക്കാറുള്ളത്. പക്ഷേ പത്മകുമാർ ഒരേ സമയം രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരാളുമാണ്. അതുകൊണ്ടാണ് ശ്രീ പത്മകുമാറിനെ അങ്ങനെ ഒരു ചുമതല അവിടെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് എന്താണ് പെശക് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ മുമ്പിൽ അദ്ദേഹം നേരത്തെ എല്ലാവരും വിശദീകരിച്ചിട്ടുള്ളതുപോലെ, അല്ലെങ്കിൽ കേരളത്തിലെ CPM നേതൃത്വം പറഞ്ഞതുപോലെ, അദ്ദേഹം കേസിൽ പ്രതിയാണ്, കുറ്റാരോപിതനാണ്. അപ്പോൾ നമ്മളൊരു കുറ്റാരോപിതനായ ഒരാളിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ തുടങ്ങിയാൽ ഈ കേസിൽ വഴിത്തിരിവുകൾ പിന്നീട് സംഭവിച്ചാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേസ്, ഇത് മാത്രമല്ല ഒരു കീഴ്വഴക്കമായി ഇത് മാറിയാൽ അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റെ സമീപനത്തിൽ ഓരോ സമയത്ത് ഓരോ നിലപാടെടുക്കേണ്ടി വരും. അതുകൊണ്ട്
കുറച്ചുകൂടി അത് തെളിയാനുണ്ട്, കുറച്ചുകൂടി കലങ്ങാനുണ്ട്, കുറച്ചുകൂടി വ്യക്തമാകാനുണ്ട്. അത്തരം ഒരു ഘട്ടം വരുമ്പോൾ CPIMന്റെ മുൻകാല രീതി അനുസരിച്ച്, അതിലെ കീഴ്വഴക്കം അനുസരിച്ച് ദേശീയ നേതൃത്വത്തിൽപ്പെട്ടവർ പോലും അഴിമതിയിൽപ്പെട്ടാൽ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയല്ല. വളരെ ചെറിയൊരു സാമ്പത്തിക ക്രമക്കേട് പോലും പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, ഞാൻ അത്തരം ആളുകളുടെ പേര് പറയുന്നില്ല, ചില പഴയകാല പ്രമുഖരായ നേതാക്കന്മാർക്ക് പറ്റിയ ചെറിയ കയ്യബദ്ധം പോലും സഹിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായിട്ടില്ല. അവരുടെ എല്ലാം പേരിൽ അതൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ പത്മകുമാർ വളരെ ചെറിയൊരു ജില്ലാ കമ്മിറ്റി അംഗം മാത്രമാണ്. അപ്പോൾ അത് മോശമായ ഒരു പോസ്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആരെയും സംരക്ഷിച്ച് ശീലമില്ലാത്തൊരു പാർട്ടി ആയതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇത്തരം ആത്മവിശ്വാസം അതിനകത്ത് പ്രകടിപ്പിക്കുന്നത്. മറ്റു പാർട്ടികളുമായിട്ട് താരതമ്യം ചെയ്യാൻ പോകില്ല. കാരണം മറ്റു പാർട്ടികളുമായിട്ട് അങ്ങ് പറഞ്ഞത് ശരിയാണ്. പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് എ പത്മകുമാർ. ശബരിമലയുമായി ദീർഘകാല ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ അച്ഛന് ബന്ധമുണ്ട്, പി അച്യുതൻ നായർക്ക് ബന്ധമുണ്ട്, ശ്രീ എ പത്മകുമാറിന് ബന്ധമുണ്ട്. ഈ യോഗദണ്ഡുമായി ബന്ധപ്പെട്ട് എടുത്തങ്ങ് കൊണ്ടുപോയി നന്നാക്കി വാ മോനെ എന്ന് പറയാൻ മാത്രമുള്ള ബന്ധം അദ്ദേഹത്തിന്റെ മകനുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ അതൊക്കെ അനധികൃതമായ പല കാര്യങ്ങൾ നടത്തിക്കപ്പെടാൻ ഉപയോഗിച്ചിരുന്നു എന്നതടക്കമുള്ളതാണ് ഈ പറയുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ നമുക്ക് ശരി പാർട്ടിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളടക്കമുള്ള നിരീക്ഷണത്തിലൊക്കെ വലിയ ആത്മവിശ്വാസമുണ്ട്. പക്ഷേ അദ്ദേഹം അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം അറസ്റ്റിലായിരിക്കുന്നു എന്ന വിവരം മാത്രമാണ്. അതിനുശേഷം റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വളരെ പ്രകടമായി മിനിറ്റ്സിൽ അദ്ദേഹം തിരുത്തൽ വന്നിരിക്കുന്നു, സ്വന്തം കൈപ്പടയിൽ തിരുത്തിയിരിക്കുന്നു എന്ന കാര്യമടക്കം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. എൻ വാസു അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിരന്തര ഇടപെടൽ ഇദ്ദേഹം നടത്തിയിരുന്നു എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും പാർട്ടി അംഗങ്ങളാണല്ലോ, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളല്ലേ. അപ്പോൾ ഒരാളെ തള്ളി പറയുന്ന, ഒരാൾക്കെതിരെ മൊഴി കൊടുക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസ് മുഴുവൻ തെളിഞ്ഞ് പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകൾ പറയുകയാണെങ്കിൽ നല്ലോണം വെന്തതിന് ശേഷം മാത്രമേ ധാർമ്മികമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ പാർട്ടിക്ക്. ധാർമ്മികമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ മന്ത്രി രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് CPM. പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ധാർമ്മിക അടിത്തറയ്ക്ക് ഇനി ഈ കേസിന്റെ അന്തിമ വിധി വരുന്നത് വരെ കാലതാമസമുണ്ടെന്നാണോ അങ്ങ് പറയുന്നത്? അല്ല ശ്രീമതി മാധു, പത്മകുമാർ MLA മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒന്നും അല്ല. ഇപ്പോൾ പത്മകുമാറിൻ്റെ പാർട്ടി സ്ഥാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ മന്ത്രി ആയിട്ടിരുന്നോ MLA ആയിട്ടിരുന്നോ, MLA ആയിട്ടിരുന്നവൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കീഴ്വഴക്കമുണ്ട്. പക്ഷേ 2 MLA കേരളത്തിൽ ജയിലിൽ കിടന്നിരുന്നു. അവരിപ്പോഴും ആ പാർട്ടിയുടെ നേതാവ് തന്നെയാണ്. അത് ഏത് കേസിനാണെന്നുള്ളതും ശ്രീമതി മാധുവിന് അറിയാം. അടുത്ത സമയത്ത് തന്നെ അവർ ജയിലിൽ കിടന്നേ. അപ്പോൾ MLA മന്ത്രിയൊന്നും അല്ല പത്മകുമാർ. അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൈപ്പടയിൽ തന്നെ എഴുതണ്ടേ. പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം അല്ലാതെ എഴുതാൻ പറ്റില്ല. അത് കൈപ്പടയിൽ തന്നെ എഴുതിയത്. അതിലൊരു ചെറിയ ക്ലാരിറ്റി വരേണ്ട കാര്യം, പത്മകുമാറിൻ്റെ കയ്യിൽ കിട്ടുന്ന നിർദ്ദേശം അത് പിത്തളപ്പാളി എന്നുള്ളത് കിട്ടുകയാണ്. അതിനകത്ത് സ്വർണം പൊതിഞ്ഞ പിത്തളപ്പാളി എന്നുള്ളത് ആണോ ഈ മുരാരി ബാബു എഴുതി കൊടുത്തത്, അതോ കേവലം പിത്തളപ്പാളി എന്നുള്ളതാണോ? ആ പിത്തളപ്പാളി മാറ്റി ചെമ്പാക്കിയതാണോ പത്മകുമാർ എന്നുള്ളതിന്റെ ക്ലാരിറ്റി ഉണ്ടാവണം. തിരികെ കൊണ്ടുവരുന്ന സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്നതിന് അനുമതി കൊടുക്കുന്ന യോഗമാണ്, കൊണ്ടുപോകുന്ന സമയത്തല്ല. അപ്പോഴാണ് ഈ പിത്തള എന്ന് പറയുന്നത്. പക്ഷെ അടിസ്ഥാന ലോഹം ചെമ്പാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന് വിവരമുണ്ട്. അടിസ്ഥാന ലോഹം ചെമ്പാണ് എന്നുള്ള വിവരം പത്മകുമാറിനുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് തിരുത്തുന്നത്. ഇനി ഈ അങ്ങ് പറഞ്ഞതുപോലെ തീരുമാനത്തിലല്ല കൈപ്പടയിൽ തിരുത്തൽ വന്നിരിക്കുന്നത്, അതിലെ പ്രയോഗത്തിലാണ്. ഇനി അങ്ങനെ പിത്തള എന്ന് കാണുമ്പോൾ അടിസ്ഥാന ലോഹം ചെമ്പാണല്ലോ എന്നൊരു ചിന്ത അദ്ദേഹത്തിന് അക്കാഡമിക്കായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ശരി, അതിൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഉള്ളത്. ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അവിടെ ഈ പറയുന്ന 98-ൽ സ്വർണം പതിപ്പിച്ചിട്ടുള്ളതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അറിവുള്ളവരുണ്ട്. ഈ മുരാരി ബാബുവിന്റെ കുറ്റം എന്താണ്? അദ്ദേഹം അന്നും അവിടെ ജോലി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിന് അറിയാം എന്നാണ് SITയുടെ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. അവിടെ ആ ജോലി നടത്തപ്പെട്ടിരുന്നു എന്ന്. അങ്ങ് തന്നെ പറയുന്നത് പോലെ ശബരിമലയുടെ ചരിത്രം മുതൽ വർത്തമാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ അറിയാമെന്ന് എ പത്മകുമാറിന് വളരെ വ്യക്തിപരമായി അറിയാം അത് സ്വർണ്ണമാണ് എന്നുള്ളതൊക്കെ. അദ്ദേഹം ഞങ്ങളോട് പിന്നെ ചെമ്പാണെന്ന് പറഞ്ഞ് തർക്കിച്ചുവെങ്കിലും വളരെ വ്യക്തിപരമായും സാങ്കേതികമായും അദ്ദേഹത്തിന് അറിയാവുന്നതാണ് അത് സ്വർണം പതിപ്പിച്ചിട്ടുള്ളതാണ് എന്നുള്ളത്. ഇതൊക്കെ വളരെ പ്രകടമായി എല്ലാവരുടെയും മുന്നിൽ വന്ന കാര്യമാണ്. അതിലാണ് ഇനിയും പരിശോധന വേണമെന്ന് പറയുന്നത്, നല്ലോണം വേവട്ടെ എന്ന് പറയുന്നത്. ശ്രീമതി മാധു, ഇത് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി പറയൂ. 98-ലൊന്നും അവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തിട്ടില്ല. 98-ൽ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തിരുന്നുവെങ്കിൽ
ഈ പ്രശ്നമൊക്കെ അവിടെ ഉണ്ടാക്കാൻ പറ്റുമോ? കാരണം അത്രയും ടെക്നോളജി പെർഫെക്റ്റ് ആയ ഒരു കാലത്ത് ഇത്രയും വലിയ സ്വർണം പൂശിയിട്ടുണ്ടെങ്കിൽ ആ സ്വർണത്തിന്റെ അളവ് കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാത്രം നിൽക്കില്ല. അത് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ശബരിമല മാത്രമായിട്ട് നിൽക്കില്ല. അത് മറ്റു പല കേന്ദ്രങ്ങളിലും അത് എത്തേണ്ടടുത്ത് എത്തും. ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ അതുണ്ടാവും. അങ്ങ് തെറ്റിദ്ധരിച്ചു. 98-ൽ കമ്പ്യൂട്ടറൈസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന അടിസ്ഥാന വിവരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അവിടെയുള്ള അതായത് ശബരിമലയിൽ എത്ര സ്വർണമുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി സാങ്കേതികമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ അല്ലെങ്കിൽ ആകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എത്രത്തോളം അവിടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ട് എന്ന കാര്യം 2019-ൽ തന്റെ കാലത്ത് കണക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞത് എ പത്മകുമാറാണ് എന്നോടാണ് പറഞ്ഞത്. 2019-ൽ എന്റെ കാലത്ത് ശബരിമലയിൽ എത്ര സ്വർണ്ണമുണ്ട് എന്നത് സംബന്ധിച്ച് കണക്ക് 2019-ൽ കമ്പ്യൂട്ടറൈസ്ഡ് ആണല്ലോ അല്ലെ? അപ്പോൾ 2019-ൽ കണക്കെടുപ്പ് നടന്നിട്ടുണ്ടെന്നും കൊടുത്തിട്ടുണ്ടെന്നും മാതൃഭൂമി ന്യൂസ് വാർത്തയിൽ എന്നോട് എ പത്മകുമാർ പറഞ്ഞിട്ടുണ്ട്. ആ വിവരങ്ങളടക്കം പരിശോധിക്കാമല്ലോ അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ. ശ്രീമതി മാധു ഒരു കാര്യത്തിലെ നീണ്ട വാക്കുകൾ ഉത്തരങ്ങൾക്കാണോ ചോദ്യങ്ങൾക്കാണോ? ഒരു ഉത്തരത്തിന് സാധ്യതയില്ലാതെ ചോദ്യങ്ങൾ കൊണ്ടൊരു ചർച്ചയെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോവുകയും വലതുപക്ഷ നിരീക്ഷകരായ 10-12 പേർക്ക് യാതൊരു ഇടതടവില്ലാതെ ചർച്ച അനുവദിക്കുകയും ചെയ്താൽ ഇതെന്ത് ബാലൻസിങ് ചർച്ചയാണിത്? ഒരു വാചകം പൂർത്തിയാക്കാനും ഒരു ആശയം ക്ലാരിഫൈ ചെയ്യാനും സമ്മതിക്കാതെ നിങ്ങൾ ചോദ്യങ്ങൾ കൊണ്ട് മൂടുന്നത് കൊണ്ട് എന്താ പ്രയോജനം? നിങ്ങൾ ചർച്ച ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു 10-25 മിനിറ്റ് ചോദ്യങ്ങൾ അങ്ങ് സമർപ്പിക്കുക കേരളം മുഴുവൻ. എന്നിട്ട് അത് ശരിയാണെന്ന് നിങ്ങൾ അങ്ങ് നിഗമനത്തിലെത്ത്. എന്നിട്ട് ക്ലോസ് ചെയ്യും. അപ്പൊ പ്രശ്നം പരിഹരിക്കാം. ഞങ്ങൾക്ക് മറുപടിയില്ല, ഞങ്ങൾക്കിതൊന്നും പറയാനില്ല എന്ന് ആക്കി തീർക്കാൻ വേണ്ടിയാണോ ഈ അഭ്യാസം? വളരെ ക്ഷമാപൂർവ്വം അങ്ങോട്ട് പറയാനുള്ള ഒരു കാര്യം ഞങ്ങൾക്കൊന്നും പറയാനില്ല. CPM-ന്റെ പ്രതിനിധികൾക്ക് ഇതിനകത്ത് ഒരു മറുപടിയും പറയാനില്ല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം. ഞാൻ അത്ര മോശപ്പെട്ട ഒരു മനുഷ്യനുമല്ല. ഞാൻ പറയട്ടെ, അങ്ങനെ ചോദ്യത്തെ തെറ്റിദ്ധരിച്ചു. അങ്ങ് തെറ്റിദ്ധരിച്ചത് 98-ൽ അത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. അങ്ങ് 5 മിനിറ്റ് നിർബാധം ഞാൻ ഇടപെടാതെ മറുപടി പറയുകയാണ് എങ്കിലും ആ തെറ്റിദ്ധരിച്ച ചോദ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അങ്ങ് മറുപടി പറയുക. അത് ഗുണം ചെയ്യില്ലല്ലോ സ്വാഭാവികമായിട്ടും. അതുകൊണ്ടാണ് എനിക്ക് ഇടപെടേണ്ടി വന്നത്. അങ്ങ് പറയൂ, പൂർത്തിയാക്കും, ഞാൻ കേൾക്കാം. അതെ, ഇങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് വിഷമതകൾ ഈ ചർച്ചയിൽ ഉണ്ടാകാറുണ്ട്. ഞങ്ങൾ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ചോദ്യം ചോദിക്കുകയും മറ്റുള്ളവർ അതിൽ കയറി പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനല്ലല്ലോ പറഞ്ഞ്, ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണല്ലോ ഈ ചർച്ച ചെയ്യുന്നത്. ആ വിഷമം ശ്രീമതി മാധുവിനും ഉണ്ടായ പ്രശ്നം തീർന്ന്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞത് 2019-ൽ അവിടെ മാധു ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീമതി മാധു ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു 2019-ൽ അവിടെ പൂശിയ സ്വർണത്തിന് കണക്കുണ്ടെന്ന്. അതുണ്ടെങ്കിൽ വളരെ സന്തോഷം. കാരണം ഈ അന്വേഷണം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാനും വസ്തുത കണ്ടുപിടിക്കാനും അത് എളുപ്പമാണ്. നമ്മുടെയൊക്കെ ആശങ്ക എന്താ? 2019-ൽ അവിടെ പൂശിയ സ്വർണം എത്ര, അത് കഴിഞ്ഞ് ഇപ്പോൾ കണക്കെടുക്കുമ്പോൾ എത്ര സ്വർണം, ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാൽ മാത്രം മതി ശബരിമലയിൽ എത്ര സ്വർണം പുറത്തു പോയെന്നുള്ളത്. അപ്പോൾ ഇനി ഇത് ആരുടെ കാലത്താണ് സ്വർണം പുറത്തു പോയത് എന്നുള്ളത് അതാണല്ലോ ഇപ്പോൾ അന്വേഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ശബരിമല കേസിനകത്ത് നല്ല ആത്മവിശ്വാസത്തോടെ അതിനെ സമീപിക്കാൻ പറ്റും. നേരെ മറിച്ച് 2019-ൽ അവിടെ വെച്ചിട്ടുള്ള സ്വർണത്തിൻ്റെ അളവ് കൃത്യമല്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോഴാണ് വരുന്നത് ഇത് 2019 മുതൽ 2019 എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പൂശിയ സ്വർണം വരുന്നത് അല്ല, സ്വർണം അവിടെ വിജയം വലിയ കൊണ്ടുവയ്ക്കുന്നത് 1998-ലാണ്. അപ്പം 98 മുതലുള്ള സ്വർണത്തിൻ്റെ കണക്ക് ശബരിമലയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആരുടെ കാലത്താണ് ഈ സ്വർണം പുറത്തു പോയത് അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടത് എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ 1-2 ബോർഡിന്റെ കാലത്തേക്കല്ല പോകുന്നത്, പഴയ ബോർഡിന്റെ കാലത്തേക്ക് പോകണം. പഴയ ബോർഡുകളെല്ലാം പല ബോർഡുകളും നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ അന്നത്തെ കാര്യങ്ങൾ ഓർമ്മയുള്ളവർക്കറിയാം. ഇതുപോലെ ചാനൽ ചർച്ചയൊന്നും നിങ്ങളാരും സംഘടിപ്പിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഓർമ്മയുള്ളവർക്കെല്ലാം അറിയാം. അവിടെ VS അച്യുതാനന്ദന്റെ കാലത്ത് അവിടെ നടന്ന കോൺഗ്രസ് നിശ്ചയിച്ച ബോർഡുള്ള സമയത്ത്, അത് ശ്രീ രാമൻ നായരെ പോലുള്ള ആളുകളുടെ ബോർഡുള്ള സമയത്ത്, പ്രയാറിൻ്റെ ബോർഡുള്ള സമയത്ത് ഒക്കെ അവിടെ ജസ്റ്റിസ് പരിപൂർണം കമ്മീഷനെ VS-ന് നിശ്ചയിക്കേണ്ടി വന്നത് അവിടുത്തെ അഴിമതി കണ്ടുപിടിക്കാനാണ്. അതിനുശേഷമാണ് വേറൊരു കമ്മീഷനെ പിന്നീടും അവിടെ നിയമിക്കപ്പെട്ടു. അതെല്ലാം എന്ന് പറഞ്ഞാൽ ശാന്തി നിയമനത്തിലെ, സ്റ്റാഫിൻ്റെ നിയമനത്തിലെ, ശർക്കര വാങ്ങുന്നതിലെ, പാത്രം വാങ്ങുന്നതിലെ, അവിടുത്തെ മറ്റ് അഴിമതി, ഇതെല്ലാം വർഷങ്ങളായിട്ട് നടന്നു വരികയും അതിന് തടയിടാൻ ഇടതുപക്ഷ സർക്കാർ വരേണ്ടി വന്നു. അങ്ങനെയാണ് അവിടെ ജസ്റ്റിസ് പരിപൂർണം കമ്മീഷനെ നമ്മുടെ VS അച്യുതാനന്ദൻ നിയമിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. അതിൻ്റെ തുടർച്ചയിലാണ് ബഹുമാന്യനായ
കോൺഗ്രസിന്റെ നേതാവ് ശിവകുമാർ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ അഴിമതി കേസിൽ പെടുകയും പുറത്താക്കപ്പെടുകയും ചെയ്യുന്നത്. അതിന്റെ വിജിലൻസ് കേസ് നിലനിൽക്കുകയാണ്. 1,87,00,000 വിജിലൻസ് കേസ് നിലനിൽക്കുകയാണ്. അതുപോലെ പ്രയാർ ഗോപാലകൃഷ്ണൻ അവിടെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ അനധികൃതമായി TA എഴുതിയെടുത്തതിന്റെ വിജിലൻസ് കേസ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുപോലെ ശർക്കര വാങ്ങിയതിനുള്ള കേസ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇതെല്ലാം ശബരിമലയിൽ പണ്ട് നടന്നു വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് സാങ്കേതികവൽക്കരിച്ച് ശബരിമലയിൽ പുതിയ സാധ്യതകൾ തുറന്നിട്ട് ചെന്നൈയിലെ NIC കമ്പനിയുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കി ഞങ്ങൾ പലതവണ ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ എല്ലാ കാര്യങ്ങളും സൈറ്റിൽ കിട്ടത്തക്കവണ്ണം ഒരു തരി സ്വർണം പോലും അല്ലെങ്കിൽ ഒരു പൈസ പോലും അവിടെ നഷ്ടപ്പെടാൻ പാടില്ല എന്നെടുത്തത്. ഇനി അതിന്റെ ഏറ്റവും ഉയർന്ന സൂപ്പർലേറ്റീവ് സ്റ്റെപ്പാണ് കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു ഭരണാധികാരിയെ, കേരളത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെ നിയന്ത്രിച്ച് പരിചയമുള്ളൊരു ഭരണാധികാരിയെ അങ്ങോട്ട് ഏൽപ്പിച്ചുകൊണ്ട് അവിടെ യാതൊരു തെറ്റും സംഭവിക്കരുതെന്ന വാശി CPIM-നും ഗവൺമെന്റിനും ഉള്ളതുകൊണ്ടാണ് മാധു. അതുകൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ നിങ്ങൾ ചോദ്യം ചെയ്താൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. പത്മകുമാർ തെറ്റുകാരനാണ്. പത്മകുമാറിനെ കൈകാര്യം ചെയ്യേണ്ട സമയത്ത് CPIM അല്ല, ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ, എനിക്ക് സമയം തന്നില്ലെങ്കിലും വേണ്ടില്ല. പത്മകുമാറിനെ കൈകാര്യം ചെയ്യേണ്ട സമയത്ത് അതിന്റെ ശരിയായ സമയത്ത് പത്മകുമാറിന്റെ കാര്യത്തിൽ വ്യക്തതയെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ ഞങ്ങൾ കൈക്കല കൂടാതെ എടുത്ത് വെളിയിൽ കളയുമെന്ന് പറയുന്നത് പോലെ പറയാനുള്ള ആർജവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് പത്മകുമാറിനെ ഇന്നിപ്പോ ജില്ലാ കമ്മിറ്റി പുറത്താക്കിയാലും ഈ ചർച്ച ഇന്ന് അവസാനിക്കില്ല. നാളെ ഇതിന്റെ 10 ഇരട്ടി ചർച്ച നടക്കും. അപ്പൊ പോകുന്ന വേറെ തലങ്ങളിലോട്ടാ. ആ തലങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ല എന്നുള്ളത് നമുക്ക് കാണാൻ പോകുന്ന പൂരമാണ്. അത്രേ ഉള്ളൂ ഞാൻ പറയാം. കൈക്കല ഒഴിവാക്കണ്ട, ചിലപ്പോൾ പൊള്ളിപ്പോയാലോ. ഈ പൂശിയ സ്വർണത്തിന്റെ കണക്കുണ്ട് 2019 എന്ന് ഞാൻ പറഞ്ഞില്ല. ശബരിമലയിലെ സ്വർണത്തിന്റെ കണക്ക് 2019 എന്റെ കാലത്ത് എടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പൂശിയ സ്വർണത്തിന്റെ കണക്ക് എന്നുള്ളതല്ല. പിന്നെ 2010 ഒരു മിനിറ്റ് അങ്ങനെ പറയരുത് കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാൻ പാടില്ല എന്നുള്ളതായിരുന്നല്ലോ. കേട്ടോ, അല്ല ഇടപെടാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. മാധുവിന്റെ മാനേജ്മെന്റ് പല കാര്യത്തിലും കൈ പൊള്ളിയിട്ടുണ്ട്. ആ പൊള്ളലൊന്നും CPM പൊള്ളത്തില്ല. കൈക്കല കൂടാതെ എടുത്ത് കളയുന്ന രീതി നല്ലതല്ല എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാമല്ലോ, സ്വാഭാവികമായി. അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലല്ല, ശബരിമല കേസിൽ അറസ്റ്റിലായത് ആരാ? ശബരിമല കേസിൽ അറസ്റ്റിലായത് ആരാ? നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗമാണേ. നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതുകൊണ്ട് പൊള്ളിയത് ആർക്കാണ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പൂശിയ സ്വർണത്തിന്റെ കണക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പൂശിയ സ്വർണത്തിന്റെ കണക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഡോക്ടർ PK ഗോപൻ, ഞാൻ പറഞ്ഞത് 2019 എന്റെ കാലത്ത് കണക്കെടുത്തു. എന്റെ കാലത്ത് ശബരിമലയിലുള്ള സ്വർണത്തിന്റെ കണക്കെടുത്തു എന്ന് പത്മകുമാർ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. 2010 കോമഡിയാണത്. എന്താണെന്നറിയാമോ? 2019 പൂശിയ സ്വർണത്തിന്റെ കണക്കും ഇപ്പോഴത്തെ സ്വർണത്തിന്റെ കണക്കും എടുത്താൽ അവിടെ ഏറ്റക്കുറച്ചിൽ ഉള്ളത് കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. 2019 സ്വർണത്തിന്റെ കണക്കും ഇപ്പോഴത്തെ സ്വർണത്തിന്റെയും കണക്ക് കൂട്ടി നോക്കിയിട്ടല്ല. പാർട്ടി ചാനലിലിരുന്ന് അങ്ങനെ ഒരു പുതിയ സമവാക്യം ഞാൻ കേട്ടിരുന്നു. അത് അവിടെ അങ്ങനെ കിടക്കട്ടെ. പക്ഷെ 98 സ്വർണം, 98 പതിപ്പിച്ച സ്വർണം, അതിന്റെ കണക്കും ഇപ്പോഴത്തെ കണക്കുമാണ്. 2019 സ്വർണവും ഇപ്പോഴത്തെ സ്വർണവും അല്ല കൂട്ടി നോക്കേണ്ടത്. 98 പതിപ്പിച്ച സ്വർണവും ഇപ്പോഴവിടെ ബാക്കിയുള്ള സ്വർണവും കണക്ക് കൂട്ടുമ്പോഴാണ് അവിടെ നിന്ന് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ കണക്ക് മനസ്സിലാക്കുക. ഒരു മിനിറ്റ്, അങ്ങനെയല്ല അങ്ങ് പറഞ്ഞത് 2019 പൂശിയ സ്വർണത്തിന്റെ കണക്കുണ്ടെന്ന് മാധു പറഞ്ഞല്ലോ. അങ്ങനെയല്ല പറഞ്ഞത്. 2019 പൂശിയ സ്വർണത്തിന്റെ കണക്കുണ്ടെങ്കിൽ ആ കണക്കും ഇപ്പോഴത്തെ കണക്കും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി എന്നാണ് അങ്ങ് പറഞ്ഞത്. വിജയമല്യ ഞാൻ ആവർത്തിക്കാം. വിജയമല്യ പൂശിയ സ്വർണത്തിന്റെ കണക്കും ഈ സെക്കൻഡിൽ ശബരിമലയിലുള്ള സ്വർണത്തിന്റെ കണക്കും തമ്മിൽ പരിശോധിക്കണമെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ന് മുതൽ ചർച്ച തുടങ്ങിയോ അന്ന് മുതൽ ഞാൻ ആവശ്യപ്പെടുന്നത്. ഈ ചർച്ചയിൽ അങ്ങ് പറഞ്ഞത് 2019 കണക്കുണ്ടെന്ന് മാധു പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ 2019 ആ കണക്കും ഈ കണക്കും കൂടി നോക്കിയാൽ ഇത് മനസ്സിലാകുമല്ലോ എന്നുള്ളതാണ്. പരിപൂർണ കമ്മീഷനെ VS നിയമിച്ചിട്ട് അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരൊന്നും അറസ്റ്റിലായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ഈ കാലഘട്ടത്തിനുള്ളിലുണ്ടായ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അനിതര സാധാരണമായി അറസ്റ്റിലാക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കൗതുകം. 2, പിന്നെ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് അധ്യക്ഷനാക്കിയത് സർക്കാരിന്റെ അവിടെ ഒരു അട്ടിമറിയും ഉണ്ടാകരുതെന്നുള്ള വാശി കൊണ്ടാണ്. ഈ വാശി പൊട്ടി മുളച്ചുണ്ടായോ? ഈ വാശി ഇപ്പോഴുണ്ടായത് ഹൈക്കോടതി കേസെടുത്തത് കൊണ്ടാണ്. ഹൈക്കോടതി അന്വേഷണം SIT നിയമിച്ചത് കൊണ്ടാണ്. ആ അന്വേഷണ റിപ്പോർട്ടുകൾ ഇങ്ങനെ പുറത്തു വരികയും ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റ് അറസ്റ്റിലാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ്.
പ്രശാന്തിന് പിന്നീട് വീണ്ടും ഇത് നൽകാൻ കഴിയാത്ത സാഹചര്യവും രാഷ്ട്രീയ സാഹചര്യവും ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിലോ കെ ജയകുമാർ അവിടുത്തെ ഈ വാശി കാരണം മലകയറി പോകുമായിരുന്നോ? ഇല്ല. അപ്പൊ ആ സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണെന്നുണ്ടാവണം. ഉദ്ദേശശുദ്ധി എൻ വാസു ഉണ്ടാകുമ്പോഴില്ല. എൻ വാസുവിന്റെ കാലപരിധി, അതായത് കമ്മീഷണറുടെ അദ്ദേഹത്തിന്റെ കാലപരിധി കൂട്ടിക്കൊടുക്കാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി എടുത്ത് തോട്ടിൽ കളഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയ സർക്കാരാണ്. കേട്ടോ, ഉദ്ദേശശുദ്ധി പൊട്ടിമുളച്ചതല്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ ഡോക്ടർ പി കെ ഗോപൻ. ഉദ്ദേശശുദ്ധി എൻ വാസുവിനെ കമ്മീഷൻ ആക്കിയപ്പോഴില്ല, ക്ഷമിക്കണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയപ്പോഴില്ല. എ പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയപ്പോൾ ഉദ്ദേശശുദ്ധി അവകാശപ്പെട്ടില്ല. ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയപ്പോൾ മാത്രം മികച്ച ഉദ്ദേശശുദ്ധി. നല്ലത്. ഇനിയും തുടരട്ടെ. ശ്യാമരാജ് അങ്ങയിലേക്ക് വരാൻ ഏറെ വൈകി, എന്നോട് ക്ഷമിക്കണം. ഒരു കാര്യമേ ഉള്ളൂ. ഞങ്ങളിലേക്ക് വരാം.